ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കോംപ്ലെക്സ് ഡിസീസാണ്. പല കാര്യങ്ങളും ഇൻവോൾവ് ആണ് ഇതിൽ. അതിന് നമ്പർ 1 ഇപ്പോൾ പല ഗവേഷണങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ദഹന പ്രക്രിയയിൽ ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് ഉണ്ട്. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇതെപ്പോഴും സിഗ്നൽ അയച്ചുകൊണ്ടേയിരിക്കും തലച്ചോറിന്, നമ്മൾ എന്ത് കഴിച്ചു, അതിൽ ഡേഞ്ചറസ് ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ. ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ള ഒരാൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്ത് കഴിച്ചാലും ഇത് ഹൈപ്പർ ആയിട്ട് റിയാക്ട് ചെയ്യും. ഒരു വിസറൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും. അപ്പം നമ്മുടെ ചെറുകുടലിൽ യാതൊരു ടൈമും കിട്ടാതെ ഈ ഫുഡ് അതേപടി തന്നെ ഡൈജസ്റ്റ് ചെയ്യാതെ പോലും വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ മലദ്വാരം വഴി പുറത്തേക്ക് പോകുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രെസ്. എന്താണ്? ഗട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയട്ടെ, പലപ്പോഴും നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഹെൽത്തി ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ നല്ല ബാക്ടീരിയ അല്ലെങ്കിൽ നമുക്ക് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ പലപ്പോഴും അതും അവിടെ ഇരുന്ന് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കി ടോക്സിൻസ്, പല വിഷവസ്തുക്കളും ഉണ്ടാക്കുന്നു. ഇതും പലപ്പോഴും നമ്മുടെ ചെറിയ കുടൽ വലിച്ചെടുക്കുന്നു, രക്തത്തിൽ കൂടെ കലരുന്നു. അപ്പം അതും ഒരു റിയാക്ഷനായിട്ട് നമുക്ക് വരും.